എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ ശ്രീലങ്കയിൽ 2019 സ്ഫോടനം നടന്നല്ലോ. വളരെ മാരകമായൊരു സ്ഫോടനമായിരുന്നു. അതായത് അതിൽ ഈസ്റ്റർ ദിനത്തിലുമായിരുന്നു. ക്രിസ്ത്യാനികൾ ഏതോ ഒരു ചർച്ചിൽ അവരുടെ ആഘോഷമായി പങ്കെടുക്കാൻ വന്നപ്പോൾ അതിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ബോംബ് സ്ഫോടനം നടന്നത്. അതിൽ 300 ആൾക്കാർ മരണപ്പെട്ടു ആ ഒറ്റ സ്ഫോടനത്തിൽ. അപ്പോൾ മൊത്തത്തിൽ ബാക്കിയുള്ളവർക്കൊക്കെ പരിക്കും പറ്റി. അങ്ങനെ എന്താ വെച്ചാൽ 500 പേർക്ക് അതിൻ്റെ ദുരന്താനുഭവം ഏൽക്കേണ്ടി വന്നു ഒറ്റ സ്ഫോടനത്തിൻ്റെ. അപ്പോൾ ആ സ്ഫോടനം എത്ര ശക്തമാവും എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം. പക്ഷേ 2019 മുതൽ ഇന്നലെ വരെ ഈ മദർസ പൊട്ടന്മാരാണ് ഇതിൻ്റെ പിന്നിൽ. ഇവരുടെ 6-ാം നൂറ്റാണ്ടിലെ സോഫ്റ്റ്വെയറാണ് ഇതിൻ്റെ പിന്നിൽ. ഇവരുടെ ഗ്രന്ഥം വായിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇവരുടെ പ്രവാചകനാണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞ് ഒരു മതത്തിനെ അവഹേളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ നിരവധി വർഷങ്ങൾ അവസാനം ആ ഒരു സ്ഫോടന പരമ്പരക്ക് പിന്നിൽ ആരാണെന്ന് ചോദിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ അതൊരു ഹിന്ദുത്വ തീവ്രവാദിയാണ്. ഹിന്ദുത്വ തീവ്രവാദി എവിടെ കണ്ടാലും നിങ്ങൾക്കൊരു ഹിന്ദുത്വ തീവ്രവാദിയെ കാണാൻ സാധിക്കും. പക്ഷെ പേര് മുസ്ലിങ്ങളുടെ ആയിരിക്കും. ഇപ്പോൾ കേരളത്തിലെ ഒരു സ്ഫോടനം നടന്നല്ലോ. കേരള ചരിത്രത്തിലെ ആദ്യത്തെ തീവ്രവാദി ആക്രമണം. അതെന്താ സംഭവിച്ചത്? അത് നടന്ന ഉടനെ 2 മണിക്കൂർ കൊണ്ട് ആ ചെയ്ത ആൾ കീഴടങ്ങി, സ്വയം പോയിട്ട് കീഴടങ്ങി. പക്ഷെ ആ 2 മണിക്കൂറുണ്ടല്ലോ, 2 മണിക്കൂർ അതാണ് സമൂഹത്തിലെ വർഗീയത ബാധിച്ച തീവ്രവാദികൾക്ക് വേണ്ടിയിരുന്നത്. ആ 2 മണിക്കൂർ കൊണ്ട് അവർ മദർസ പൊട്ടന്മാരാണ് ഇതിൻ്റെ പിന്നിൽ, ഇവരുടെ ഗ്രന്ഥമാണ് ഇതിൻ്റെ പിന്നിൽ, ഇവരുടെ സോഫ്റ്റ്വെയർ തന്നെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ മുസ്ലിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാവും. അവർക്കാണ് ഇതിന് ആനന്ദം കണ്ടെത്തുക. പിന്നെ ക്രിസംഗികൾ പറയും വേണ്ട, എല്ലാവർക്കും ഭയം തോന്നുന്നു. സംഘികൾ പിന്നെ ഭയം തോന്നുന്നു. ഞങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ ജീവിക്കും, ഞങ്ങളുടെ ഭാരതത്തിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും, 25 വർഷം കൊണ്ട് ഇസ്ലാമിക ഭീകര രാജ്യമായി മാറാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തള്ളി മറിക്കും. എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കെട്ടുകഥ, എന്തൊക്കെ തിരക്കഥ. മറുനാടൻ മുതലാളി, കർമ്മ ചാനൽ, ജനം ടിവിയിൽ പിന്നെ 1 വർഷം ചർച്ചയായിരുന്നു ശ്രീലങ്കയിലത്തെ സ്ഫോടനം. 1 വർഷം ഒരു 5-10 ആൾക്കാരിങ്ങനെ വന്നിരിക്കും. എന്നിട്ട് തെറിവർച്ചൽ തന്നെ. അതിലൊരു പാവൊരു മൊയിലേറിനെ കൊണ്ടുവന്നിരുത്തും, ഒന്നും അറിയാത്തൊരു മൊയിലേറിനെ. അയാളുടെ പാച്ചത്തെറി പറയും. നിങ്ങളുടെ മതം, നിങ്ങളുടെ ഗ്രന്ഥം, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങത് തെറി പറയും. അയാൾ കുടുങ്ങി. ഒരാളുണ്ടാവും, 10 ആൾ അയാൾക്കെതിരെ ഉണ്ടാവും, ആ അവതാരകൻ ഉൾപ്പെടെ. അങ്ങനത്തെ ചർച്ചകൾ പത്രങ്ങളിൽ ഇവർ തന്നെ ഇങ്ങനെയാണ്, ലോകം മുഴുവൻ സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന് അത് ഈ ശ്രീലങ്കയിലത്തെ ഈസ്റ്റർ സ്ഫോടനമാണെങ്കിൽ ഡൊമിനിക് മാർട്ടിൻ്റെ സ്ഫോടനം വരെ മുസ്ലിങ്ങളുടെ പെരടിക്കാണ്. അവസാനം 2 മണിക്കൂർ കൊണ്ട് ഡൊമിനിക് മാർട്ടിൻ്റെ തെളിഞ്ഞു. എന്നിട്ടും സമ്മതിക്കുന്നില്ല. അല്ലല്ലല്ല, അതൊന്നും ക്രിസ്ത്യാനികളൊന്നല്ല, അതൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്, ഞങ്ങൾക്ക് ഭയം തോന്നുന്നു പറഞ്ഞിട്ട് ഭയങ്കര ചാട്ടം കളിയായിരുന്നു. എനിവേ, ശ്രീലങ്കയിലത്തെ ഇത്രയും കാലം അവഹേളിക്കപ്പെട്ട് മുൾമുനയിൽ നിന്നതിന് ശേഷം മദർസ പൊട്ടന്മാർക്ക് വീണ്ടും ആശ്വസിക്കാം. എല്ലാ സ്ഫോടന പരമ്പര പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ആശ്വസിക്കാം. കാരണം ഒന്നിൻ്റെ പിന്നിൽ മുസ്ലിങ്ങളല്ലല്ലോ, ഒരു മുസ്ലിം നാമധാരിയും ഇല്ല. അതായത് ഒരുപാട് സംജോത്ത എക്സ്പ്രസ്, മക്ക മസ്ജിദ് സ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഹിന്ദു അമ്പലങ്ങൾക്കെതിരെ മലമെറിച്ചൽ, ബോംബെറിയൽ, മാംസമെറിയൽ മുതൽ അങ്ങനെ ഈ ഡൊമിനിക് മാർട്ടിൻ്റെ സ്ഫോടനം, ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനം, ലോകമെമ്പാടും നടന്ന സ്ഫോടനം, എല്ലാത്തിനും അവസാനം മുസ്ലിം പേരുണ്ടാവില്ല. മുസ്ലിം പേരില്ലാതെ കണ്ടാൽ ഉടനെ തന്നെ പിന്നെ അത് ആ കേസ് അവിടെ പോയിന്ന് അറിയില്ല, അപ്രത്യക്ഷമാവും. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊരു മുണ്ടാട്ടുണ്ടാവില്ല കേട്ടോ. കാരണം ഇത് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, മുസ്ലിങ്ങളെ അവഹേളിച്ച് കഴിഞ്ഞല്ലോ, അവരുടെ ലക്ഷ്യം തീർന്നല്ലോ. ഇനി ഇതിനെ മുണ്ടുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചൊന്നും മുണ്ടാട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ മുണ്ടാട്ടില്ലെങ്കിൽ നമ്മൾ മുണ്ടണമല്ലോ. അതിനാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. അതിൽ എന്താണല്ലേ, ശ്രീലങ്കാസ് ഫോർമർ ഇൻ്റലിജൻസ് ചീഫ് അറസ്റ്റഡ് ഓവർ 2019 ഈസ്റ്റർ അറ്റാക്ക്. എങ്ങനെയുണ്ട്? സുരേഷ് സല്ലേ എന്നാണ് അയാളുടെ പേര്. സുരേഷ് സല്ലേ എന്ന പേര് വന്നാൽ പിന്നെ അവർക്ക് ഗ്രന്ഥവും ഇല്ല, മതവും ഇല്ല, ദൈവവും ഇല്ല, പ്രവാചകനും ഇല്ല, ഒന്നുമില്ല. പിന്നെ അപ്സരസുകളില്ല, സ്വർഗമില്ല, നരകമില്ല, ഒന്നുമില്ല. മദർസ പൊട്ടന്മാർക്ക് ഇതൊക്കെ ഉള്ളൂ.
ഇവരുടെ സ്വർഗത്തിൽ തേനും വീഞ്ഞും ഒഴുകയല്ലേ, അതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിരപരാധികളെ കൊല്ലുന്നത്. എന്തൊക്കെയായിരുന്നു ഡയലോഗ്. ഇപ്പം എന്താണ്, സ്വർഗവും നരകവും നിരപരാധികളൊന്നും ഇല്ലേ? ഏത് സ്വർഗം കിട്ടാനാണ് ഇപ്പോൾ ഇത്? എന്തൊക്കെ തള്ളിമറിക്കൽസായിരുന്നു, വായിലൊക്കെ പഴം കയറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ 300 ആൾക്കാരുടെ മരണത്തിലും 200 ആൾക്കാർക്ക് പരിക്ക് പറ്റിയതിലും ഈ ഒരു ഹിന്ദുത്വ തീവ്രവാദിയാണ് എൻ്റെ പിന്നിൽ കളിച്ചത്. ഇതിന് ശേഷമാണ് ശ്രീലങ്ക മൊത്തം തകർന്നത് കേട്ടോ, ഈ നുണപറച്ചിലൊക്കെ കാരണേ. മാത്രമല്ല ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ആ സമയത്ത് വീടുണ്ടാക്കല്ലേ, ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, മറക്കൂല അതൊന്നും. അതായത് ഈ സ്ഫോടനം നടന്ന ഉടനെ തന്നെ ഒരു താടിയും ഒരു തൊപ്പിയും വെച്ച ഒരാളുടെ ഫോട്ടോ ആര് കണ്ട് ആരാന്നുള്ളത്, അയാളാണിത് ചെയ്തത് എന്നും പറഞ്ഞിട്ട്, അതായത് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ തന്നെ വേഷം കെട്ടി വരിക, എന്നിട്ട് ഞങ്ങൾ ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകര രാജ്യമൊക്കെ ഒന്ന് അയാൾ അങ്ങനെ പറഞ്ഞാൽ വേഷമൊക്കെ കണ്ടാൽ മുസ്ലിമേ തോന്നുമല്ലോ, പക്ഷേ ഹിന്ദുത്വ തീവ്രവാദിയാണത്. അങ്ങനെയൊക്കെ പറയുന്ന വീഡിയോകൾ ഒരു മുസ്ലിം വേഷം കെട്ടി ഒരാൾ വന്ന് പറയുന്നു, അങ്ങനെ അയാളാണ് ചെയ്തത്, അങ്ങനെ സ്ഫോടനത്തിൽ അയാൾ മരിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ ആരും അന്വേഷിക്കൂലല്ലോ. എന്നിട്ട് അയാളുടെ ഒരു വലിയൊരു പേരും വലിയൊരു മുസ്ലിം പേര്, അറബികൾക്ക് പോലും ഉണ്ടാവില്ല അത്രയും വലിയ പേര്, ബിൻ ഹൽ കുൻഹൽ ഗിൻഹൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വലിയൊരു പേര്, അറബികൾ പോലും ഞെട്ടിപ്പോവും. അങ്ങനെ ഈ ഇന്ത്യയിൽ നിന്ന് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു പത്രം, ഗോതിമീഡിയ അല്ലാത്തൊരു പത്രം ശ്രീലങ്കയിൽ പോയി, വലിയ ദൂരമൊന്നുമില്ല ഇപ്പോൾ ശ്രീലങ്ക, അങ്ങോട്ട് പോയി ആ കേസ് അന്വേഷണത്തിന് വന്നതാന്ന് പറഞ്ഞു. മുപ്പര് പിന്നെ ഔദ്യോഗിക പത്രക്കാരനാണ്, അവിടെ പോയി അങ്ങനെ ഏതാണ് ഇയാൾ, എന്താണ് അയാളുടെ വാർത്തകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാ സ്ഥലത്തും അയാളുടെ ഫോട്ടോ ആണ്, ഒരു താടിയും തൊപ്പിയും വെച്ചിട്ട്. അപ്പോൾ അയാൾ ഇന്നാളെ പറഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോഴേ ഒരു ഗ്രാമമുണ്ട്, ആ പേരിലൊരു ഗ്രാമമുണ്ട്, അയാൾ ഇന്ന ഗ്രാമത്തിലെ പറഞ്ഞിട്ടാണ് വാർത്ത വരുന്നത്. ആ ഗ്രാമം അവിടെ ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു ആളും ഇല്ല, അങ്ങനത്തെ ഒരു വീടും ഇല്ല, അങ്ങനത്തെ ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നിട്ടും മദ്രസ പൊട്ടന്മാർക്കാണുള്ള തെറിയും പഴിയൊക്കെ കേട്ടത്, അവഹേളനങ്ങൾ. മദ്രസ പൊട്ടന്മാർക്ക് മാത്രമല്ല, മതത്തിനും എല്ലാ അവഹേളനങ്ങളും. അതിൽ അന്ന് തന്നെ ഈ ഇതുണ്ട് അവിടെ പാർലമെൻറ്റിൽ കുറേ കഴിഞ്ഞപ്പോൾ, ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ശ്രീലങ്കത്തെ പാർലമെൻറ്റിൽ പറയുന്നുണ്ട്, അത് മയക്കുമരുന്ന് ലോബിയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്, ശ്രദ്ധ തെറ്റിക്കാനും അവരുടെ കാര്യങ്ങൾ നടക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതാര് കേൾക്കാനാണ്? എല്ലാവർക്കും വേണ്ട മസാല മദ്രസ പൊട്ടന്മാർ ചെയ്തു എന്നാണ്. അങ്ങനെയൊക്കെ പലതും ഞാൻ ഓർക്കണം ഇപ്പോൾ. എന്തായാലും അവസാനം ഒരു ഹിന്ദുത്വ തീവ്രവാദി അവിടെയും പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പിന്നെ കേരളത്തിലൊക്കെ പോസ്റ്റ് ഇറക്കാൻ തുടങ്ങി. ശ്രീലങ്കയിലെ ഈശ്വർ ദിന ആക്രമണം, രഹസ്യാന്വേഷണ വിഭാഗം മുൻ മേധാവി സുരേഷ് സല്ലെ അറസ്റ്റിൽ. ഇതാണ് ഫോട്ടോ. തീവ്രവാദി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഗോദാബായ രാജപക്സെക്ക് അനുകൂലമാക്കാൻ നടത്തിയ ഭീകരാക്രമണമെന്ന് കണ്ടെത്തൽ. കണ്ടില്ലേ, അന്നാ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ അവരുടെ വരുമായിരുന്നല്ലോ, അതിൽ അവരുടെ പൊളിറ്റിക്സാണ്, അതവർ ചെയ്തതാണ്. പക്ഷേ ശ്രീലങ്കയിലത്തെ ആൾക്കാരെക്കാൾ താല്പര്യം ഇന്ത്യയിലത്തെ ചില ഏജൻസികൾക്കായിരുന്നു. എന്നിട്ട് കഥ ഉണ്ടാക്കി ശ്രീലങ്കയിൽ സ്ഫോടനം നടത്തിയവർ ഇന്ത്യയിലേക്ക് കടന്നു. കാരണം കുറേ മുസ്ലിങ്ങളെ പിടിച്ച് ജയിലിടാലോ, കടന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനൊക്കെ തെളിവില്ല എന്നൊക്കെ പിന്നീട് വന്നു പുറത്തേക്ക്, ശ്രീലങ്കയിൽ നിന്ന് വന്നു എന്നുള്ളതിനൊന്നും. അതായത് എവിടെ ലോകത്ത് എന്തെങ്കിലും നടന്നാൽ അത് മുസ്ലിം ഭീകരവാദമാണ്, ഇസ്ലാമിക ഭീകരവാദമാണ്, ഇന്ത്യയിലാണ് ഉണ്ടായത്, ഇന്ത്യയിലാണെന്ന് പറഞ്ഞ് കൊണ്ടുവരണം. കാരണം ഹിന്ദുക്കളെ ഭയപ്പെടുത്തണ്ടേ, അപ്പോഴാണല്ലോ ഹിന്ദു ഒറ്റക്കെട്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പാണനും പറയനും പോലേനും നായിഡൊന്നും ഒന്നാവില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഇവർ ഇങ്ങോട്ട് വന്നു എന്ന്. പഹൽഗാമിൽ 26 ഹിന്ദുക്കളെ വെടിച്ചു കൊന്ന സംഘികൾ, അത് സംഘികളെന്ന് അറിയില്ലല്ലോ നമുക്കൊന്നും. അന്ന് മുസ്ലിം ഇസ്ലാമിക ഭീകരവാദിയല്ല, അവർ കേരളത്തിലേക്ക് വന്നു. എന്താ കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും വന്നിട്ട് പിന്നെ ചത്തെടുക്കാനുള്ള സ്ഥലമാണോ, വല്ല പ്ലാറ്റ്ഫോമാണത് എല്ലാവർക്കും വന്ന് കിടക്കാൻ? അവൾ ചിന്തിച്ചോ, കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു എന്ന്. എന്നിട്ട് ശ്രീലങ്കയിലേക്ക് പോയി. അപ്പോൾ ശ്രീലങ്ക ഉണ്ട്, ശ്രീലങ്കയിൽ സ്ഫോടനം നടന്നാൽ കേരളത്തിലേക്ക് വന്നു, കാശ്മീരിൽ നടന്നാൽ കേരളത്തിലേക്ക് വന്നു, ഡൽഹിയിൽ നിന്ന് ഒരുത്തം വന്ന് കേരളത്തിൽ വന്ന് ബോംബ് സ്ഫോടനം നടത്തി, കേരള സ്റ്റോറി ഇട്ടു. എല്ലാതും കേരളമാണ്. എന്താ കേരളം എന്ത് പ്രശസ്തമാണല്ലേ. സമ്മതിക്കണം, അസൂയ തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അത് തെളിഞ്ഞിരിക്കുകയാണ്. നോക്കാം നമുക്ക് നിരീശ്വരവാദി എച്ചിൽ മുസ്ലിങ്ങളുടെയൊക്കെ വായെന്ന് വല്ല ഞെരക്കം വരുന്നുണ്ടോ എന്നുള്ള കാര്യം. വരില്ല, ഉറപ്പല്ലേ. എനിവേ, അവരവരുടെ കാര്യം ചെയ്യും, മുസ്ലിങ്ങളുടെ കാര്യം ചെയ്യാം. എല്ലാ നന്മയിലും മുസ്ലിങ്ങൾക്ക് പങ്കുണ്ട്. നന്മകൾ ചെയ്തിട്ടാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം ലോകത്തെ ഏറ്റവും വേഗതയിൽ വളരുന്ന മതമാവുന്നത്. അതുകൊണ്ടാണ് ഈ അസൂയ കേട്ടോ, ഈ അസൂയ അതുകൊണ്ടാണ് ഈ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല. എന്തായാലും 1-2 മറ്റുള്ള വാർത്തകൾ കൂടിയും പറഞ്ഞുതരാം. അതായത്
ഇവിടെ ഒരു ബ്രിട്ടനിലെ ഒരു സ്ത്രീ സ്വന്തം വീട്ടിലെ ജനലിൻ്റെ പുറത്ത് നോക്കി ഒരു വീഡിയോ എടുത്തതാണ്. അവിടെ എന്താണ്, കച്ചറ പെറുക്കുന്ന ഒരാൾ അയാളുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് പിന്നെ നിസ്കരിക്കുകയാണ്, ഒരു ചെറിയൊരു കടലാസൊക്കെ വിരിച്ചിട്ട്. അപ്പോൾ ആ ബ്രിട്ടീഷ് വനിതയ്ക്ക് ഭയങ്കര അത്ഭുതം. എന്ത് ചെയ്യുകയാണെങ്കിലും ഇവർ നിസ്കരിക്കും സമയമായാൽ. എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും എത്ര എന്തുണ്ടെങ്കിലും എത്ര കടുത്ത പണിയാണെങ്കിലും അവിടെ നിന്ന് നിസ്കരിക്കും ഇവർ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വീഡിയോ ഉണ്ടാക്കി ഇട്ട ഒരു ഫോട്ടോ ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അവിടെ തന്നെ. ഇത് പിന്നെ ഇവിടെ ജാർഖണ്ഡിലോ ഇവിടെ ഇന്ത്യയിൽ ഇത് ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്. ഉത്തർപ്രദേശ് തോന്നുന്നുണ്ട്. ഒരു മുസ്ലിം ഇതുപോലെ മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സമയം നിസ്കരിക്കണമല്ലോ, എവിടെയായാലും വേണമല്ലോ നിസ്കരിക്കണം, അതാണല്ലോ നിയമം. അല്ലാതെ നിസ്കരിച്ച സമയത്ത് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്ന പരിപാടിയൊന്നും ഈ മുസ്ലിങ്ങൾക്കില്ല. അതുള്ളത് മറ്റുള്ളവർക്കാണ്. ഒരു പൂജ നടത്തുന്ന കൂട്ടം ഒരു ബിംബം വെച്ചിട്ട് പിന്നെ ആ സ്ഥലം അവരുടെയായി. അതുപോലെ മുസ്ലിങ്ങൾക്കില്ലല്ലോ. മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നു പോകുന്നു, പിന്നെ അടുത്ത സ്ഥലം. ഇന്നവർ അവകാശവാദം ഒന്നും നിസ്കരിച്ച സ്ഥലത്തിന് ആരും ഉന്നയിച്ചിട്ട്, അങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ പിന്നെ ഭൂമി മുഴുവൻ പിന്നെ അവരുടെ അയക്കണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് പറയുന്നത്. എന്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ പള്ളി പണിന്നൊക്കെ. സത്യം പറഞ്ഞ ഒരു വിഗ്രഹം, ഒരു കല്ലോ ഒരു സർവരിക്കല്ലോ ഒക്കെ വെച്ചാലാണ് പിന്നെ അവിടെ അമ്പലമായി മാറുക. അങ്ങനെ ഒരാൾ നിസ്കരിച്ചത് ഫോട്ടോയിൽ കാണുന്നില്ല, ഒരു തുറന്ന സ്ഥലമാണ്. അയാൾക്കറിയില്ല ഏതാ സ്ഥലം എന്നുള്ളത്. അയാൾ തുറന്ന സ്ഥലം കണ്ട് നിസ്കരിച്ചു നോക്കുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ സ്ഥലമായിരുന്നു. പോയില്ല കാര്യം, അയാൾ ചാവാൻ പിന്നെങ്കിലും പോകണം. അങ്ങനെ അമ്പലത്തിലെ പൂജാരി ഓടി വന്ന് അയാളെ അടിച്ച് ചവിട്ടി ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഒരു മുസ്ലിം പണ്ഡിതൻ ചെയ്യുന്നത് നിങ്ങൾ സങ്കല്പിക്കാൻ കഴിയുമോ? ഇനിയിപ്പോൾ ഒരു മുസ്ലിം പള്ളിയുടെ പരിസരത്ത് ഒരാൾ, ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനോ വന്നിട്ട് എന്തെങ്കിലും ഒരു പൂജ നടത്തിയെന്ന് കൂട്ടുക, ഏതെങ്കിലും ഒരു മുസ്ലിം ഇതുപോലത്തെ ക്രൂരത ചെയ്യോ? മുസ്ലിം പണ്ഡിതന്മാർ പ്രത്യേകിച്ചിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് അനുവാദം കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പം തന്നെ എത്ര പള്ളികളിൽ ഒരു ഏരിയയിൽ ഹിന്ദുക്കൾക്ക് വെള്ളമില്ലാതായി, പള്ളിയുടെ മോട്ടോർ വർക്ക് ചെയ്തിരുന്നു, അവിടുന്ന് വെള്ളം എല്ലാവർക്കും വന്നെടുത്തോളാൻ പറഞ്ഞു, കൊടുക്കല്ല വന്നെടുത്തോളാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഈ കുംഭമേളക്ക് ആൾക്കാർ തിക്കും തിരക്കിൽ പെട്ട് 3000 ആൾക്കാർ മരിച്ചല്ലോ ഉത്തർപ്രദേശ്. ഒന്നും പറയില്ല ഇവന്മാർ, അവരുടെ കാര്യം പറയില്ല. അങ്ങനെ മരിച്ചപ്പോൾ അവിടെ തിക്കും തിരക്കിൽ പെട്ടിട്ട് ഭക്ഷണമില്ലാതെ എല്ലാവരും കുടുങ്ങി. അപ്പോൾ മുസ്ലിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിങ്ങൾ അവിടെ പ്രവേശിച്ചു. അവരുടെ മുസ്ലിം പള്ളി തുറന്നു, അവിടെ വെജിറ്റബിൾ ബിരിയാണി വെച്ച് കൊടുത്തു വിശക്കണവർക്ക്. അതാണ് മുസ്ലിം. ആ മുസ്ലിങ്ങളെ കുറിച്ചാണ് തീവ്രവാദം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ സംഭവം നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതൊരു പൂജാരിക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല, എനിക്കറിയില്ല. കാരണം കാശ്മീരിലൊരു പൂജാരിയാണ് ഒരു 8 വയസ്സുകാരനെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് തലയ്ക്ക് കല്ലെടുത്ത് അടിച്ച് കൊന്നത്. അപ്പോൾ ഇതൊന്നും തന്നെ ഒരു മുസ്ലിം ഭാഗത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കില്ല. പക്ഷേ മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യും. പിന്നെ മുസ്ലിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, എന്താ അറിയോ? മുസ്ലിം പള്ളികളുടെ മുമ്പിൽ വെള്ളിയാഴ്ച ആയാലും പെരുന്നാളിനായാലും നിങ്ങൾക്കൊരു സംഗതി കാണാൻ കഴിയും. എല്ലാ മതത്തിൽപ്പെട്ട ഭിക്ഷക്കാരും അവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ടാവും. ഒരാളോടും നിങ്ങളോട് ഇറങ്ങിപ്പോടാന്ന് മുസ്ലിങ്ങൾ പറയില്ല, എല്ലാവർക്കും കൊടുക്കും, കഴിയുന്ന എത്ര കൊടുക്കും, ഏത് മതക്കാരനായിക്കോട്ടെ. ചില ഹിന്ദുക്കൾ തന്നെ മുസ്ലിം വേഷം കെട്ടി വന്നിരിക്കും. പിടിക്കപ്പെടുന്നവരുണ്ട്, പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല, എന്തായാലും പൈസക്ക് ആവശ്യമുള്ള ആളല്ല, അങ്ങനെ പൈസ കൊടുക്കും. പിടിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മുസ്ലിങ്ങൾക്ക് അറിയാം ഇതൊക്കെ വേഷം കെട്ടായിരിക്കും, എന്നാലും കൊടുക്കും. എന്തിന് ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു സന്യാസി വന്ന് മൂപ്പർക്ക് ഭയങ്കര പിന്നെ പട്ടിണിയും കാര്യങ്ങളാണ്. മുസ്ലിങ്ങൾ കൂടി എന്താ പ്രശ്നം ചോദിച്ചു, ഉടൻ തന്നെ അയാൾക്കുള്ള പൈസ കൊടുത്തു. അതാണ് മുസ്ലിംസ്. പക്ഷെ ആ മുസ്ലിങ്ങളെയാണ് ചിത്രീകരിക്കുന്നത് നിങ്ങൾ കൊല്ലുന്നവരാണ്, തല്ലുന്നവരാണ്, ജമാഅത്ത് ഇസ്ലാമി ഭീകരവാദികളാണ്. കാരണം RSSന് ബാലൻസിങ് ചെയ്യാൻ ആരിലൊന്നും വേണമല്ലോ, ആരും കിട്ടാൻ നടക്കുകയാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായി. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ പിന്നെ വിഗ്രഹം വെച്ചാൽ അവിടെ ഞങ്ങളുടെ അമ്പലം പണിയും, അതുപോലെ നിങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്ന് ബാലൻസിങ് വരുത്താം. അങ്ങനെ ഇല്ല, പക്ഷേ ബാലൻസിങ് വരുത്താൻ വേണ്ടി വരുന്നത് പറയാം. അപ്പോൾ അതാണ് പറഞ്ഞത്, മുസ്ലിങ്ങളാർക്കും സഹായങ്ങൾ വേണമെങ്കിൽ അപ്പം തന്നെ എടുത്തു കൊടുക്കും. അതിൽ വലിയൊരു പിന്നെ പ്രൗഢിയൊന്നും മുസ്ലിങ്ങൾ കാണിക്കാറില്ല. കാരണം അത് ഒരു മുസ്ലിമിൻ്റെ കടമയാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോകളിൽ കൂടെ കിടക്കാം. ഇതാണ് വീഡിയോ, കാണില്ല, ഇതാണ് ആ ബ്രിട്ടീഷുകാരെടുത്ത വീഡിയോ ആണ്. അതിൻ്റെ പിന്നിൽ ആ സ്ത്രീ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, ആ വീട്ടിൽ TV-യിൽ എന്തോ ഒരു പാട്ട് ആ TV-യിൽ പ്ലേ ആവുന്നുണ്ട്, അത് കോപ്പിറൈറ്റ് വരും. അപ്പോൾ എനിക്ക് കട്ടാക്കേണ്ടി വന്നു. പക്ഷേ ബ്രിട്ടീഷ് എന്താ പറയാണ്, കണ്ടോ ഇവർ പിന്നെ മുസ്ലിങ്ങൾ എത്ര ഡെഡിക്കേറ്റഡ് ആണ്, അവരുടെ പണി നിർത്തി നിസ്കരിച്ച് ഒരു 2-3 മിനിറ്റ് എടുക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പണിയിൽ അവർ പോകും. അങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം, അത്ഭുതം തോന്നുന്നൊക്കെ പറയാണ്. ഇത് അടുത്ത വീഡിയോ. ഇതെന്താ സംഭവം എന്നറിയോ, ഇത് ഗൾഫിലെവിടെയാണ്. അപ്പോൾ അവിടെ സമയപ്പോൾ നിസ്കരിക്കുകയാണ്, ഒരു ഷോപ്പിംഗ് മോളിൻ്റെ പുറത്തേ നിസ്കരിക്കുകയാണ്. അപ്പോൾ
ആ നിസ്കാരം നയിക്കുന്നത് സൊമാലിയയിൽ നിന്നുള്ള ഒരു അവിടുത്തെ ഈ സ്ട്രീറ്റ് വൃത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റി വർക്കറാണ്, തെരുവൊക്കെ വൃത്തിയാക്കുന്ന ഒരാളാണ്. അയാളാണ് നിസ്കാരം നയിക്കുന്നത്, ഇമാമ്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ആരാണ്? അറബികളും പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ഒക്കെ നിൽക്കുകയാണ്. എല്ലാ പിന്നെ ജോർദാനികളും ഒക്കെ പിന്നിൽ നിന്ന് ആ നിസ്കാരം ഫോളോ ചെയ്യാണ്. അപ്പോൾ നിസ്കാരം നയിക്കുന്നത് ആരാണ്? ഒന്നാമത് സൊമാലിയ കറുത്ത വർഗ്ഗക്കാരൻ, രണ്ടാമത്തത് തെരുവ് വൃത്തിയാക്കുന്നവൻ. ഇതാണ് ഇസ്ലാമിൻ്റെ സമത്വം എന്ന് പറയുന്നത്. ഉന്നതനും ഇല്ല അധമനൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്. അയാൾക്ക് അറിവുണ്ട്, ആ അറിവിൻ്റെ പിന്നിൽ എല്ലാവരും നിന്നോളൂ. അറബി ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ഞാൻ അറബിയാണ് കേട്ടോ മാറി നിൽക്കണമെന്നൊന്നും മുസ്ലിങ്ങളുടെ ഇടയിൽ പറയില്ല. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. അതാണ് ഇസ്ലാമിലെ മനുഷ്യത്വം, മാനവികത എന്ന് പറയുക മാത്രമല്ല ചെയ്യുക കൂടി ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം വേറെ വല്ല മതങ്ങളാണെങ്കിലോ ഉയർന്നവരുണ്ട് വന്നാൽ മതി, താഴ്ന്നവർ ചവിട്ടി പുറത്താക്കും. നിങ്ങൾ പൈസ ഇട്ട് സ്ഥലം വിടുന്ന് പറഞ്ഞിട്ട് ഉന്തി തള്ളി അവഹേളിച്ച് ചവിട്ടി ഒരു ഇതാക്കും. അത് വ്യത്യാസമാണ്. ഓക്കെ, ഇനി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അത് പോർച്ചുഗൽ പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. പോർച്ചുഗലിൽ വലിയൊരു കത്തീഡ്രൽ, വലിയൊരു ക്രിസ്ത്യൻ പള്ളി. ആ ഏരിയയിൽ ക്രിസ്ത്യാനികളെ ഉള്ളൂ. ആ സ്ഥലത്ത് ആ ചർച്ചിലത്തെ ഫാദർ ഇസ്ലാം മതം സ്വീകരിച്ചു. പോയിലെ കാര്യം ഭയം തോന്നുന്നു, ഇറങ്ങി ഓടണോ ചാടണോ, തീവ്രവാദം വരുന്നു എന്നൊക്കെ കേരളത്തിലെ ആൾക്കാർ പറയും, പക്ഷെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞില്ല. അങ്ങനെ ആ ഫാദർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് മനോഹരമായിട്ട് ബാങ്ക് കൊടുക്കുകയാണ് ആ ചർച്ചിൻ്റെ പുറത്ത് നിന്നിട്ട്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് വടിയേറ്റ് തല്ലിക്കൊന്നോ, ആരെങ്കിലും തെറി പറഞ്ഞോ? ഇല്ല. അവിടെ ക്രിസ്ത്യാനികൾ ഉള്ളൂ കേട്ടോ, ഹിന്ദു മുസ്ലിംസ് ഒന്നും ഇല്ല അവിടെ. ആ ക്രിസ്ത്യാനികൾ വന്ന് നിന്ന് അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. അതും ആ ഫാദറാണെങ്കിൽ എന്ത് ജാതി ബാങ്കാ കൊടുക്കണമെന്ന് അറിയോ? ഇങ്ങനെയാണ് ബാങ്ക് കൊടുക്കേണ്ടത്. എന്ന സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇത് സിറ്റിയിലൊക്കെ പള്ളി ഉണ്ടാവും, മുട്ടിന് പള്ളി ഉണ്ടാവും. അതിൽ നിന്നുള്ള കുട്ടികളും ചട്ടികളും അറിയാത്തവനൊക്കെ വന്നിട്ട് ബാങ്ക് കൊടുക്കും. വല്ല പോത്ത് അമറണ പോലെ. അതെല്ലാവരും ശല്യാവൂലേ? അങ്ങനെയല്ല ബാങ്ക് കൊടുക്കേണ്ടത്. അത് ഈ ഫാദർ തന്നെ വലിയൊരു ഉദാഹരണമായിട്ട് കാണിച്ചിട്ടാണ്. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. മുസ്ലിം സമൂഹം വഴിതെറ്റിയാൽ അവരെ മാറ്റി അവരുടെ സ്ഥാനത്ത് നല്ലൊരു സമൂഹത്തിനെ കൊണ്ടുവരും എന്നുള്ളത്. അതാണ് സംഭവിക്കുന്നത്. കണ്ടോക്കെ. ഇനി ആ പോർച്ചുഗൽ ഈ ഭാഗത്തെങ്കിലും എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കും. ആ ചർച്ച് മുസ്ലിം പള്ളിയാവും. ക്രിസ്ത്യാനികൾ സമ്മതിച്ചു കൊണ്ട് തന്നെ, കാരണം ഒരു സ്ഥലത്ത് മുഴുവൻ മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ കെട്ടിടം? അപ്പോൾ അത് മുസ്ലിം പള്ളിയാവും. അതിനാണ് കേരളത്തിലുള്ള അസൂയാലുക്കൾ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ മൊത്തം അസൂയാലുക്കൾ പറയാം, ഇസ്ലാമിക ഭീകരവാദികൾ പെറ്റുപെരുകി മറ്റുള്ള രാജ്യത്ത് നിന്ന് വന്ന് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കി, ക്രിസ്ത്യൻ പള്ളികൾ നിർബന്ധപൂർവ്വം വാള് കഴുത്തിന് വെച്ച് പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന വാക്കുണ്ടല്ലോ. ഇതാണ് യാഥാർത്ഥ്യം. ആ ഹാഗിയ സോഫിയയുടെ കേസൊന്നും ഇപ്പോഴും ഇന്ത്യയിൽ മാത്രം കണ്ടില്ല, ബാക്കിയെല്ലായിടത്തും സോൾവായി. ഇന്ത്യയിൽ മാത്രം തീർന്നിട്ടില്ല. ഇസ്ലാമിക ഭീകരവാദികൾ പിടിച്ചു എന്നാണ് ഇപ്പോഴും പറയുന്നത്. തുർക്കിയിൽ മൊത്തം ഇസ്ലാം മതം വ്യാപിച്ചു, ക്രിസ്ത്യാനികളില്ല. പിന്നെ ഈ കെട്ടിടം എന്ത് ചെയ്യും? 1-2 ക്രിസ്ത്യാനികൾ ബാക്കിയുണ്ടായിരുന്നു. അവർ പറഞ്ഞു നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞു മുസ്ലിങ്ങളോട്. അല്ലെങ്കിൽ ഞങ്ങളിവിടെ പോയിട്ട് ഇത്രയും വലിയ ബിൽഡിംഗ് എന്ത് ചെയ്യാനാണ്? അത് സ്വീകരിക്കൂല, അതൊന്നും നമുക്ക് ദഹിക്കൂല. അല്ലല്ലല്ല, ഇസ്ലാമിക ഭീകരവാദികൾ പിടിച്ചെടുത്തത് തന്നെയാണ് പറഞ്ഞ് നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതും പറയും. ഇപ്പോൾ 500 ക്രിസ്ത്യൻ പള്ളികളാണ് UK മാത്രം മുസ്ലിം പള്ളിയിൽ മാറിയത്.
ഒക്കെ ക്രിസ്ത്യാനികൾ കൊടുക്കണം കേട്ടോ. കാരണം അവിടെ ആരും വരാനൊന്നുമില്ല, ക്രിസ്ത്യാനികളില്ല. ഇനി ഇവിടെ പക്ഷെ കേരളത്തിലാണ് ചോറി പൊട്ടുന്നത്. എന്താണ് അത്? 500 ക്രിസ്ത്യൻ പള്ളികൾ ഇസ്ലാമിക ഭീകരവാദികൾ ബോംബ് വെച്ച് തകർത്ത് പിടിച്ചെടുത്തു, പാവം ക്രിസ്ത്യാനികളുടെ കഴുത്ത് വെട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ പറയാണ്. ആ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കഥയിൽ ചോദ്യമില്ലല്ലോ, അതെങ്ങനെ ബ്രിട്ടനിൽ അങ്ങനെ ചെയ്യാമെന്നൊന്നും ചോദിക്കാനൊന്നും പാടില്ല. അതുവരെ പറയും, നമ്മൾ വിശ്വസിച്ചുകൊള്ളുക. അതുപോലത്തെ ഒരു കള്ളക്കഥയായിരുന്നു ഈ ഹാഗിയ സോഫിയ. അപ്പോൾ ഇനിയിപ്പോൾ ഈ പോർച്ചുഗലത്തെ ഈ പള്ളി അതും ഇനി ഇങ്ങനത്തെ കഥകളിൽ വരും. ഇസ്ലാമിക ഭീകരവാദികൾ 30% കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം ഇസ്ലാമിക ഭീകരവാദ രാജ്യമായി മാറുന്നൊക്കെ തള്ളിമറിക്കുന്നുണ്ടല്ലോ. പക്ഷേ 80%, 90% മുസ്ലിങ്ങളുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം ഇന്തോനേഷ്യ, അത് ഇസ്ലാമിക രാജ്യമൊന്നുമല്ല, ജനാധിപത്യ രാജ്യമാണ്. പാകിസ്ഥാൻ ജനാധിപത്യ രാജ്യമാണ്. തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്, ആർക്കും ആവാം. എത്രയോ ഹിന്ദു MLA മാരും MP മാരൊക്കെ പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നുണ പറയും. കാരണം അസൂയാണ് മെയിനായിട്ട് വരുന്ന, ഡ്രൈവ് ചെയ്യുന്നത് അസൂയാണ്. ആ അസൂയ കാരണമാണ് ഡൊമിനിക് മാർട്ടിൻ ഞാനാണ് സ്ഫോടനം നടത്തിയെന്ന് പറഞ്ഞാലും അല്ലല്ലല്ല, അത് മുസ്ലിം ഭീകരവാദം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഡൊമിനിക് മാർട്ടിൻ സ്ഫോടനം നടത്തിയ സമയത്ത് ടണൽ വഴി ഹമാസ് വന്ന് സ്ഫോടനം നടത്തിയെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് എനിക്കറിയില്ല. അത് വിശ്വസിക്കാനൊക്കെ ആളുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വളരെ വേഗതയിൽ വളരുന്ന ഒരു മതമാണ്. വളരാനുള്ള കാരണം എന്താണ്? ഇതൊക്കെയാണ് അതിലത്തെ നന്മയും തുല്യതയാണ്, വേറെ ഒന്നും തന്നെ അല്ല, വേറെ ഒന്നുമല്ല. ആരും തന്നെ ആരും നിർബന്ധിക്കുന്നില്ല. പാലും പഴവും പായസപ്പൊടിയും അതും ഇതും പിന്നെ ഒന്നും പ്രലോഭനങ്ങൾ കൊടുക്കുന്നില്ല. തൃശൂലം കൊണ്ട് കുത്തി കൊല്ലുടാന്ന് പറഞ്ഞിട്ട് കള്ളക്കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ആരും മാറ്റുന്നില്ല. വേണ്ടവർ വന്നാൽ മതി. എന്നിട്ട് വരുന്ന ആൾക്കാരുടെ കണക്കിന് ശേഷമാണ് ലോകത്തെ ഏറ്റവും വേഗതയിൽ വളരുന്ന മതം ഇസ്ലാം മതമായിട്ടുള്ളത്. അപ്പോൾ അസൂയലുകൾ അസൂയ പറഞ്ഞുകൊണ്ടിരിക്കും, കാലം തെളിയിക്കും. പക്ഷെ കാലം തെളിയിക്കുമ്പോഴേക്കിനും മദ്രസ പൊട്ടന്മാർക്കുള്ള അവഹേളനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ ഈ ശ്രീലങ്കയിലത്തെ ഈസ്റ്റർ സ്ഫോടനത്തിൽ നമ്മൾ കണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.